മാനസിക സമ്മർദ്ദം കാരണമേ വിവാഹം കഴിഞ്ഞ് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ പ്രശ്നങ്ങളൊന്നും എണ്ണി പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ, ഒരു സൊല്യൂഷനും അല്ല കേട്ടോ അത്, ഒരു പരിഹാരമല്ല. കാരണം സ്വന്തം കുഞ്ഞിനെ കൊന്ന് ആത്മഹത്യ ചെയ്യുക എന്താ? ഈ ഭൂമിയിൽ 4 ചുവരുകൾ മാത്രമേ ഉള്ളൂ ജീവിതം. ഈ ഒരു ഭർത്താവില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ? നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ലോകത്തേക്ക് ഇറങ്ങണം. നമ്മളെ താഴെയുള്ള ആളുകളെ നമ്മൾ നോക്കണം, വീക്ഷിക്കണം. നമ്മളെപ്പോഴും നമ്മൾ എത്ര നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ താഴെ തട്ടിലുള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു ജീവൻ്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ട് ഒരു ഭർത്താവും ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അല്ലേ? അവരൊരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധാരണാ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം ഇഷ്ടങ്ങൾ പോലും പലതായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം കഴിയില്ല എന്നുണ്ടെങ്കിൽ ഡിവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് അല്ലേ? അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ആവും. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ജനിക്കുന്ന സമയത്തും മരിക്കുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളത്. പിന്നെ നമുക്ക് എന്തിനാ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോട് സഹിച്ചാണ് ഒരു പാർട്ട്ണർ? എന്തിനാ പാർട്ട്ണർ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ലൈഫിലോ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന തമാശ പറഞ്ഞും കഥകൾ പറഞ്ഞു നമ്മുടെ എല്ലാ മൊമെൻറ്റ്സിലും നമുക്ക് നമ്മുടെ കൂടെ വേണം ഒരു പാർട്ട്ണർ അല്ലേ? അതാകുമ്പോൾ ലൈഫ് ഹാപ്പിയാണ്, സന്തോഷമാണ്. അല്ലാതെ നമ്മളെ വിഷമിപ്പിച്ചും നമ്മളെ ക്രൂരമായി പീഡിപ്പിച്ചും നമുക്ക് ബുദ്ധിമുട്ടിച്ചും എന്തിനാണ് ലൈഫ് ഇങ്ങനെയുള്ള സമയങ്ങൾ എനിക്ക് ഈ സഹോദരിമാരോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവൻ സ്വയം നശിപ്പിക്കരുത്. നിങ്ങൾ മുന്നോട്ട് വരൂ. നിങ്ങൾ ഡിവേഴ്സ് വാങ്ങിയിട്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ജോലി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത് അല്ലേ? നമുക്ക് എന്തെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങുക, ചെറിയൊരു സാലറി ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമല്ലേ അത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ ആത്മഹത്യ എന്നുള്ളത് ഒന്നിനൊരു പരിഹാര മാർഗ്ഗമല്ല കേട്ടോ. ഇനിയും എനിക്ക് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന യുവതികളോട്, കല്യാണം കഴിച്ച യുവതികളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ